നമസ്കാരം. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ 2024 ഉത്സാഹത്തോടുകൂടി 2023 തുടങ്ങി വെച്ചതായുള്ള പല കർമ്മ പദ്ധതികളുടെയും ഒരു പരിണിത ഫലം വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് സാമ്പത്തികമായുള്ള പുരോഗതി ഉണ്ടാകും, ജീവിത നിലവാരം വർദ്ധിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ കൂടുതൽ വിസ്തൃതിയുള്ളൊരു ഗൃഹം നിർമ്മിക്കുക, വാസ്തുശാസ്ത്രപ്രകാരം തന്നെ ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഭൂമി കണ്ടെത്തുവാനും അത് വാങ്ങി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനും ഇടയുണ്ട്. 1.5 വർഷം 2 വർഷമൊക്കെ പൂർത്തീകരിക്കാൻ എങ്കിൽ പോലും സാമ്പത്തികമായുള്ള സുസ്ഥിരത കണക്കാക്കി ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അനുമതി ലഭിക്കുവാനും നിയമനാനുമതി ലഭിക്കുവാനും ഉയർന്ന പദവിയോടുകൂടി നല്ലൊരു ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരും. ഭാവനകളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാകുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. മെയ് മാസം മുതൽ പലപ്പോഴും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ നേട്ടങ്ങളൊന്നുമില്ലാത്തതിനാൽ ഈ ഒരു മേഖല ഇനി ഭാവിയിലേക്ക് ഗുണകരമാവുകയില്ല എന്ന നിർദ്ദേശങ്ങൾ പല സ്ഥലത്തു നിന്നും ലഭിക്കുന്നത് വഴി ജോലിയിൽ നിന്നും അല്ലെങ്കിൽ നിലവിലുള്ള പ്രസ്ഥാനത്ത് നിന്നും പിന്മാറി ചിലർക്ക് തന്നെ മറ്റുള്ളൊരാളെ കയറി ഏൽപ്പിക്കാനിടയുണ്ട്. വാടകയ്ക്കായിക്കൊണ്ടുള്ള സങ്കല്പത്തോടുകൂടി ലീസ് എഗ്രിമെൻറ്റോടുകൂടി ഏൽപ്പിക്കാനിട വരും. വേറെ ചിലർക്ക് നിരുപാധികം ഒഴിഞ്ഞുകൊടുത്ത് ഇതേ തത്തുല്യമായിട്ടുള്ള പ്രസ്ഥാനത്തിൽ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുക തന്നെയായിരിക്കും. ഏത് പ്രകാരത്തിലും നന്നായിരിക്കുക. നടപടിക്രമങ്ങളിൽ ശ്രദ്ധാപൂർവം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. എന്നാൽ സാമ്പത്തികമായിട്ട് ഉദ്ദേശിച്ച പോലെ നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര തന്നെ ഗുണകരമായി തീരുകയില്ല. പക്ഷേ നഷ്ടങ്ങളോ അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല എന്നുപോലെ തന്നെ, പക്ഷെ നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ ജീവിത ചെലവ് അനുവർത്തിക്കുവാനും നൈമിത്തിക ചെലവുകളെല്ലാം തന്നെ അനുവർത്തിച്ചുകൊണ്ട് കൊണ്ട് നടക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഭരണപരിഷ്കാരം ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ജോലിക്കാർക്കും പരിശീലനം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഇതിന് അതാത് വിധത്തിലുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. അവതരണ ശൈലിയിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനം, വ്യാപാര വിപണന വിതരണ മേഖലകൾ, കല, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്നവർ, ഈ ഒരു മേഖല തൊഴിലായിട്ട് സ്വീകരിക്കുന്നവർക്കെല്ലാം തന്നെ 2023 പകുതി മുതൽ തന്നെ ധാരാളം അവസരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഈ ഒരു വർഷത്തിൽ കൂടുതൽ അവതരിപ്പിക്കുവാനും അതുകൊണ്ട് സാമ്പത്തികമായുള്ള നേട്ടങ്ങൾക്കും യോഗം കാണുന്നതുമുണ്ട്. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ സാധ്യത കാണുന്നുണ്ട്. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ വിജയശതമാനം വർദ്ധിക്കുകയും ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിട വരും. എന്നാൽ ഉന്നത തരത്തിലുള്ള വിദ്യാലയത്തിൽ ലഭിക്കുമോ എന്നൊരാശങ്ക അപ്പോഴും ഉണ്ടായിരിക്കും. ലഭിച്ച വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് ചേരുക തന്നെയായിരിക്കും ഏത് പ്രകാരത്തിലും നന്നാവുക. വ്യാവസായികമായുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ അവർക്കൊക്കെ ശമ്പളം കൊടുക്കുവാൻ സാധിക്കും എന്നല്ലാതെ പ്രത്യേകിച്ച് അതിൽ പണം മുതൽ മുടക്കിയാൽ നേട്ടമൊന്നുമില്ലാത്തതിനാൽ മറ്റ് ചില മേഖലകളെപ്പറ്റി ആലോചിക്കുകയും വിപണന വിതരണ മേഖലകളിൽ
വരും വരായികളെപ്പറ്റി ചിന്തിച്ചും ജന്മനാട്ടിൽ തുടങ്ങിയാൽ അത് നഷ്ടങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരത്തെ സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി മാനസികമായുള്ള വിഭ്രാന്തിയെ അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. മാസങ്ങളോളം അന്യദേശത്തോ വിദേശത്തോ താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കുവാനുള്ള സാധ്യത കാണുന്നു. ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ അസുഖങ്ങളുടെ ലാഞ്ചനകൾ വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തുവാനും, എന്നാൽ ചിലർക്ക് സാംക്രമിക രോഗങ്ങളും മറ്റു ചിലർക്ക് കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗവും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് അതിന് തക്കവണ്ണം ഒരു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ തക്കവണ്ണം ഇത്തരമായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുവാൻ സാധ്യതയുണ്ട്. വ്യക്തമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഉദ്യോഗത്തിനോടനുബന്ധമായിട്ടാണ് അവിടേക്ക് പോകാൻ അവസരം ഉണ്ടായത്. 1-2 വർഷമായിട്ടുണ്ടാവും. മറ്റു ചില അവസരങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് അവസരങ്ങൾ വന്നു ചേരുകയും ഒരു ഉയർന്ന തസ്തികയോടുകൂടി സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ തക്കവണ്ണമുള്ള ഒരു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ഉദ്യോഗം ലഭിക്കുന്നത് വഴി സർവാത്മന സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും മനസ്സിൽ പല വിധത്തിലുള്ള തോന്നലുണ്ടാകും എങ്കിൽ പോലും വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും പല വിധത്തിലുള്ള മിഥ്യാധാരണകളെയും ഒഴിവാക്കിയും ഇതിനൊരു പക്ഷേ ധ്യാനം, ഈശ്വര പ്രാർത്ഥനകൾ, യോഗ, പ്രാണായാമം എന്നിവ തന്നെ ജീവിതത്തിൽ അനുവർത്തിക്കുക മാത്രമല്ല ഇതൊരു ജീവിതചര്യയായിട്ട് കൊണ്ടു നടക്കുന്ന പക്ഷം എല്ലാ വിധത്തിലുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ബന്ധുമിത്രാദികൾക്ക് പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങളും ആവശ്യങ്ങളും വന്നു ചേരുന്നത് വഴി അവരെ സംരക്ഷിക്കാൻ തക്കവണ്ണമുള്ളൊരവസരത്തിന് യോഗം കാണുന്നുണ്ട്. പലർക്കും തണുപ്പ് രാജ്യത്ത് താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലെ മാതാപിതാക്കൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് കണ്ടെത്തുകയും അവരുടെ ജോലിക്കാരെ വെച്ചുകൊണ്ട് അവരുടെ പരിപാലിച്ചുകൊണ്ടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ക്രമീകരണം വേണ്ടി വരുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം വളരെ മംഗളകരമാക്കി തീർക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളിൽ നിന്നും സ്വല്പം അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും അതൊന്നും ഗൗനിക്കാതെ അതിൽ നിന്നും സാരാംശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിപരീതമായുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കി സത് അംശങ്ങളെല്ലാം മാനസികമായി തയ്യാറെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഭാഗമായിട്ട് ഒരു ധ്രുവീകരണം മനസ്സിനും വേണ്ടി വരുന്നത് വളരെ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും സാധിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ജോലിയോടൊപ്പം പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുമുള്ളൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ലാഘവത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളിലും മെയ് മാസം വരെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിട വരുമെങ്കിൽ പോലും പിന്നീട് 2024 മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് സ്വല്പം കഠിന പ്രയത്നം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി എല്ലാം മുൻകരുതലോടുകൂടിയും ഇങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അതിനുവേണ്ടി 1-2 മണിക്കൂർ കൂടുതൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളെല്ലാം സംരക്ഷിക്കുമെങ്കിൽ പോലും അവരുടെ മിഥ്യാധാരണകൾക്കും അവരുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ തന്നെ യുക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ ഉള്ള സാഹചര്യങ്ങൾ പോലും അതിനൊരു മാനസികമായിട്ടുള്ളൊരു ധ്രുവീകരണവും ആത്മവിശ്വാസവും ആർജിക്കുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള സാധ്യത കാണുന്നു. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. ബഹുമുഖ പ്രതിഭകളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് എല്ലാ വിധത്തിലുള്ള
ജോലിയാണെങ്കിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും അനുനയിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു 2024 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.